നമ്മുടെ കുട്ടികൾക്ക് ഓരോ ദിവസവും ഓരോ ഗുണപാഠങ്ങളും ഓരോ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, നമ്മളൊരു സമൂഹ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സാമൂഹിക ബന്ധവും കുറച്ച് സുഹൃത്തുക്കളുമൊക്കെ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അത്യാവശ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സുഹൃത്തുക്കളിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ എപ്പോഴും നമ്മൾ കൂടെ കരുതുക. മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ ഒരു സുഹൃത്തുക്കളോ ഒരു സമൂഹവും ഒരിക്കലും നമുക്ക് കാണില്ല. അത് ചില സന്ദർഭങ്ങളിൽ മാത്രം, ഇതൊരു കഥ മാത്രമാണ്. കാരണം അവനവൻ്റെ ശക്തിയും അവനവൻ്റെ കഴിവും അവനവൻ്റെ കർമ്മമേഖലയും മാത്രമേ ചില സമയത്ത് ചില ആപത്ഘട്ടങ്ങളിൽ നമുക്ക് തുണയാകുകയുള്ളൂ. നമ്മളുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കുന്നത് പോലെ മറ്റുള്ളവരും അവരവരുടെ സുരക്ഷിതത്വം നോക്കും. ആപത്തിൽ സഹായിക്കുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ആപത്തിൽ സഹായിക്കുന്ന സുഹൃത്തുക്കളെയാണ്. ഒരു കഥയിലൂടെ കുട്ടികൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരിടത്ത്, ഇതും ഈസോപ്പ് കഥയിൽ നിന്ന് വായിച്ചെടുത്തൊരു കഥയാണ്. അത് എൻ്റെതായ ഒരു ഭാവനയിൽ കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഒരു കാട്ടിൽ ഒരു മുയലുണ്ടായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു ആൺമുയലായിരുന്നു. ആ മുയലിന് ഒരുപാട് ചങ്ങാതിമാരുണ്ടായിരുന്നു എന്ന് ആ മുയൽ ആഗ്രഹിച്ചിരുന്നു, അഭിമാനിച്ചിരുന്നു. പക്ഷേ ആ മുയലിൻ്റെ ഒരു ദുർഘടഘട്ടത്തിൽ ഈ സുഹൃത്തുക്കൾ ആരും തുണച്ചില്ല. തലനാരിഴയ്ക്ക് ആ മുയൽ ആ ദുർഘടഘട്ടത്തിൽ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചു. ഇത് രസകരമായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞുതരാം. വേട്ടനായ്ക്കൾ കാട്ടിൽ വന്ന സമയമാണ്. അപ്പം ആ മുയലിന് കുതിര, സിംഹം, മാന്, കാള, കാട്ടിലെ